ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് സദ്യ സ്റ്റൈൽ മീൻ കറിയാണ്. ഇത് കുടംപുളിയും മുളകും ഒക്കെ ഇട്ട് വറ്റിച്ചെടുത്തൊരു കറിയാണ്. ഇത് കാണുന്ന പോലെ അത്ര വലിയ എരിയൊന്നുമില്ല. മധ്യ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ സദ്യകളിലൊക്കെ വിളമ്പുന്ന ഒരു തരം മീൻകറിയാണിത്. ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ട, ചപ്പാത്തി എന്ന് വേണ്ട എല്ലാ പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. സ്ഥിരമായി ചാറുള്ള മീൻകറി കൂട്ടി മടുത്തവർക്കല്ല ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ആവോലിയാണ്. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ 3 കഷ്ണം ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, കുടംപുളി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ, വെള്ളം. ആദ്യം മറ്റൊരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാക്കി എടുക്കാം. അതിനായി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടു വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി എന്നിവയിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. അതിനാകുമ്പോൾ നല്ല നിറം ഉണ്ടായിരിക്കും, എരിയും കുറവായിരിക്കും. എരി വേണമെന്നുള്ളവർക്ക് മറ്റു മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളവും ഉപ്പും കുടംപുളിയും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി ഇപ്പം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാൻ ഇവിടെ ചട്ടിയിലാണ് മീൻ കറി വെക്കാൻ പോകുന്നത്. ചട്ടി വെക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അടിയെ കുറച്ച് കറിവേപ്പില വിതറി കൊടുത്താൽ പെട്ടെന്ന് അടി പിടിക്കുകയില്ല. ഇനി നമുക്ക് ആ ചട്ടിയിലേക്ക് മീൻ അടുക്കി വെക്കാം. ഇനി ഗ്രേവി തയ്യാറാക്കി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആ മുഴുവൻ ഗ്രേവി നല്ലതായിട്ടെടുത്ത് നമുക്ക് ആ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിം ആക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം. സ്പൂണ് വെച്ച് ഇളക്കരുത്, നമ്മൾ കൈ വെച്ചൊന്ന് നല്ലതായിട്ട് ഇളക്കി കുലുക്കി കൊടുക്കണം. അത് അടി പിടിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തണം. ഇങ്ങനെ ഇടവേളകളിൽ ഇങ്ങനെ കുലുക്കി കൊടുക്കുക നല്ലതായിരിക്കും. അപ്പോൾ അടി പിടിക്കായിരിക്കും. ഒരു 30 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡിയാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് അടി പിടിക്കാതെ നോക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ മീൻകറിയുടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ഇപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡിയായി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൂടെ അമർത്താൻ മറക്കരുത്.